എന്നുവേ ഒരേ റുട്ടീൻ ആകുമ്പോൾ ലൈഫ് നല്ല ബോറിംഗ് ആവൂലേ. അതുകൊണ്ട് തന്നെ ചില ദിവസം വീടിൻ്റെ അകത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഫുള്ള് പുറത്തു കൂടെ ആയിരിക്കും. ഇന്നലെ നമ്മൾ നട്ടുപിടിപ്പിച്ച് കവുങ്ങിൻ്റെ തൈകൾക്കൊക്കെ നനക്കാൻ വേണ്ടി രാവിലെ തന്നെ തോട്ടത്തിൽ നാളികേരോ അടക്കിയൊക്കെ പെറുക്കി വഴുതനൊക്കെ വിത്തിനുള്ളതൊക്കെ പറിച്ചെടുത്തതാ. ഇവിടെ ഒരു വാഴക്കൊല ഏകദേശം പക്ഷികൾ തിന്ന് കഴിച്ചിട്ട് അതിൽ വെറുതെ നടന്നു. കുറേ കഴിഞ്ഞ് മീനൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്താണ് പിന്നെ കിച്ചണിൽ തിരിച്ചു കയറിയത്. അപ്പൂസിനുള്ള കഞ്ഞിക്കുള്ളത് അലക്കാനുള്ള ഡ്രസ്സൊക്കെ അലക്കി വെയിലിൽ വിരിച്ചിടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പിന്നെ വെയിലുണ്ടായതുകൊണ്ട് എപ്പോൾ അലക്കിയാലും ടെൻഷനൊന്നുമില്ല. ഞാനിങ്ങനെ അലക്കി വിരിച്ചിടും. കാക്കത അവിടെ ഭക്ഷണം കഴിച്ചിട്ട് അതിലൊക്കെ പോയിരിക്കും. ഞാനത് വീണ്ടും എടുത്തിട്ട് അലക്കും. അതാണ് ഇവിടുത്തെ സർക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൂസിനൊരു ബത്തക്ക കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു തൊണ്ടൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കമ്പോസ്റ്റിക്ക് ഇട്ട് തിരിച്ചു വന്നപ്പോൾ ആ ബത്തക്ക കൊണ്ട് ഇവിടെ ഒരു വള്ളം കളി തന്നെ നടന്നിട്ടുണ്ട്. ഇക്ക പോകാൻ ഇറങ്ങിയപ്പോൾ അപ്പൂസ് ചിനുങ്ങാൻ തുടങ്ങിയിട്ടോ. അവനെ പിടിച്ചത് ആ വണ്ടിയൊക്കെ സൈഡാക്കി പാലൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ട്. പിന്നെയാണ് അടുക്കളയിൽ വന്നിട്ട് ബാക്കിയുള്ള പണികൾ നോക്കിയത്. മീൻ നല്ല മസാലയൊക്കെ ചേർത്ത് അത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പരിപ്പും ചീരയും വെച്ചിട്ട് കറിയും വെക്കാമെന്ന് വിചാരിച്ചു. ബട്ടറൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു കറി ആയപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. നല്ല വേവുള്ള, അതായത് നല്ലോണം വേവുന്ന അരി വെച്ചിട്ടാണ് ചോറുണ്ടാക്കിയത്. അത് വെന്തുടൻ തന്നെ വയറ് നിറച്ചങ്ങോട്ട് കഴിച്ചിട്ടാണ് പിന്നെ അപ്പൂസിനുള്ള ഫുഡ് കൊടുത്തത്. അത് കഴിഞ്ഞൊരു അവിൽ മിൽക്കും കൂടെ ആയപ്പോൾ ആഹാ, മനസ്സും വയറൊക്കെ നിറഞ്ഞു. എന്നെ ഞാനെന്നേ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിട്ടോ. അകത്താകെ മെസ്സായി കിടക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് കോൾ വന്നത്. ഉമ്മാൻ്റെ കാലിൻ്റെ വിരലിന് പൊട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്ലാൻ ബിയിലേക്ക് മാറിയത് കേട്ടോ. പെട്ടെന്ന് തന്നെ അകം ക്ലീൻ ചെയ്തിട്ട് വീട്ടിൽ പോകണം എന്നുള്ളതായി. കുട്ടീനെയും കൊണ്ട് നീ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ ഉമ്മ അത് അടിച്ചു വാരലും തുടക്കലൊക്കെ ആയിട്ട് റെസ്റ്റ് കണക്ക് തന്നെയാവും. പിന്നെ പൊന്നും സനമൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു വീടായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ ഇക്ക എന്തായാലും രാവിലെ പോയാൽ 12-1 മണിയാവും വരാൻ. അപ്പോൾ എന്തായാലും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇക്ക എന്നോട് പോകാനും പറഞ്ഞു. പോകുന്ന ഗ്യാപ്പിൽ ഫ്രിഡ്ജിലുണ്ടായിരുന്ന സമോസയും കട്ട്ലേറ്റും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് നല്ലൊരു ചായയൊക്കെ കുടിച്ചു. 1 വീക്ക് എന്തായാലും റെസ്റ്റ് ഉണ്ടായതുകൊണ്ട് കോഴികളൊക്കെ തിരിച്ചു വരുമ്പോഴേക്ക് കുറുക്കനോ നായൊക്കെ കൊണ്ടുപോകലുണ്ട്. ഇന്ന് ഞാനിതിലേക്ക് അരിയൊക്കെ നിറച്ചിട്ട് വെള്ളം അരിയൊക്കെ വെച്ചിട്ട് അവരെ കൂട്ടിൽ തന്നെ അടച്ചിടാനാണ് പരിപാടി. ഇല്ലെങ്കിൽ വരുമ്പോഴേക്ക് ഇവരെ കാര്യം തീരുമാനമാകും. അങ്ങനെ അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചത്. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് അപ്പൂസ് എണീറ്റ് രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ആ ഒരു ചീരയൊക്കെ വെച്ചിട്ടുള്ള കറിയും അതുപോലെ ചെറുപയർ ചോറൊക്കെ ആയിരുന്നു. അവൻ ഉറങ്ങിയതിന് ശേഷം എൻ്റെ പാക്കിങ് തുടർന്നു കേട്ടോ. വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഓരോ സാധനങ്ങളും ഓർമ്മയിൽ വരുമ്പോൾ അങ്ങനെ സെറ്റാക്കി എടുത്തു. ഇനി നേരെ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.